ശേഷം ഷാഫി, അന്ന് ഷാഫി എന്നല്ലായിരുന്നു, റാഷിദ് എന്നായിരുന്നു പുള്ളിയുടെ പേര്. സിനിമയിൽ വന്നതിന് ശേഷം ഷാഫി എന്നായത്. ഈ അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഉയർച്ചയെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിന് കാരണം പിടിച്ച സിനിമകളെല്ലാം തന്നെ വളരെ പോപ്പുലറായി ഭയങ്കര വൻ വിജയമായിരുന്നു. ഇപ്പോൾ ഷാഫി സാറ് നിങ്ങളുടെ 1 മുതൽ ഞങ്ങൾ 6ാം ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ് വരെ ഇവിടെ കലൂർ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ്, ഒരേ ക്ലാസ്സിൽ പഠിച്ചതാണ്. ശേഷം ഷാഫി, അന്ന് ഷാഫി എന്നല്ലായിരുന്നു, റാഷിദ് എന്നായിരുന്നു പുള്ളിയുടെ പേര്. സിനിമയിൽ വന്നതിന് ശേഷം ഷാഫി എന്നായത്. അതിപ്പോൾ വീട്ടിൽ വിളിക്കുന്ന പേരാണെന്ന് തോന്നുന്നു. റാഷിദായിരുന്നു ഞങ്ങൾ അറിയപ്പെടുന്ന റാഷിദ് എന്നാണ്. 10ാം ക്ലാസ്സിലും പഠിച്ചു. ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, സ്കൂൾ മേറ്റ്സ് എന്ന് പറഞ്ഞാൽ 83 ബാച്ചിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, കലൂർ ഗവൺമെൻറ് ബോയ്സ് സ്കൂളിൻ്റെ. അതിൽ അംഗമായിരുന്നു പുള്ളി. സിനിമ തിരക്കൊണ്ട് വരാൻ പറ്റാതെ ഇടയ്ക്ക് കാണും, വിളിക്കും, അത്രേ ഉള്ളൂ. ഇപ്പം കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞങ്ങൾ കണ്ടിരുന്നതാണ്. ഞങ്ങളൊരു സുഹൃത്തിന് ഒരു വയ്യായി വന്നിട്ട് ഞങ്ങൾ പോയി കണ്ടിരുന്നതാണ്. ഈ അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല. വളരെ സങ്കടകരമായ ഒരു ഇതായിപ്പോയി. 2-3 ദിവസമായിട്ട് നമ്മൾ അതിൻ്റെ പുറകെയൊക്കെ ആയിരുന്നു. അവിടെയൊക്കെ സങ്കടമായിരുന്നു. എന്ത് പറയാനാ, വിട്ടുപോയി. മിമിക്രി അതൊക്കെ ചെയ്യാറുണ്ട്, പാട്ടൊക്കെ പാടുമായിരുന്നു. മിമിക്രി അതൊക്കെ കൊച്ചിൻ മൻസൂർ എന്ന് പറഞ്ഞിട്ടൊരു ഗായകനുണ്ട്, അവരൊക്കെ ഒരു ടീമായിട്ട് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഞങ്ങൾ കൊച്ചിൻ മൻസൂർ ഒരു പഴയ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റാഫിയും ഷാഫിയും ഒക്കെ കൂടി ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ മിമിക്സ് ആയിട്ടൊക്കെ നടക്കായിരുന്നു. പിന്നീട് ഇവർ ഫിലിം ഫീൽഡിലേക്ക് മാറി. മറ്റവർ മൻസൂർ പാട്ടിൻ്റെ പരിപാടികൾ ഗിന്നസ് റെക്കോർഡൊക്കെ ഉള്ള ആളാണ്. ഞങ്ങളുടെ ഒരു ഫംഗ്ഷനോ ഇങ്ങനെ സെലിബ്രേഷനൊക്കെ വരുമ്പോൾ സമയമുള്ള പോലെ അദ്ദേഹം വരും, ഞങ്ങളുടെ കൂടെ കൂടാറുണ്ട്. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കാറുണ്ട്. കൂടുതലും ഫോണിലായിരിക്കും മിക്കവാറും, തിരക്കാണല്ലോ. ഫോണിൽ ഇടയ്ക്ക് സംസാരിക്കാൻ കുറച്ച് സമയം കൂടുതൽ സംസാരിക്കും. ഫോണിലൊക്കെ ആണെങ്കിൽ 1/2 മണിക്കൂറൊക്കെ സംസാരിച്ചിരിക്കും. വളരെയധികം വിഷമിപ്പിച്ചു. ഞങ്ങൾ കണ്ടു ഒരു മാസമായിട്ടുള്ളൂ. ഞങ്ങൾ കൂടെ വന്ന് ഞങ്ങളടുത്ത് അവിടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. ഫാദർ ജോർജ് കാനംകൂടം, അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് വന്നിട്ട് ഞങ്ങൾ 3-4 പേര് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരെ പോയി കണ്ടതാണ്. സ്റ്റോക്ക് വന്ന ശേഷം അങ്ങേര് പിന്നെ അതിനകത്തുനിന്ന് ഇതായി, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഇല്ല, വളരെ ക്ലീനായി, വളരെ സന്തോഷവാനായിരുന്നു. ഒരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ആള് ഡൗൺ ആയത്. പിന്നെ സീരിയസ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് വളരെ ഗുരുതരാവസ്ഥയിലായി. ഇതിൻ്റെ പറയാ ഇപ്പോൾ 16-ാം തീയതി അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അതങ്ങനെ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ അറിഞ്ഞത്. ഇന്നലെ ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് പോകുന്നു വിചാരിച്ചില്ല. ഇന്നലെ ഒരു ഇത്തിരി ബെറ്ററാണെന്നൊക്കെ അറിഞ്ഞായിരുന്നു. രാവിലെ ഇപ്പോൾ അല്പം ബെറ്റർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നത്. രക്ഷപ്പെട്ട് പോരുമെന്ന് വിചാരിച്ചു. പക്ഷെ രാത്രി ആയപ്പോഴത്തേക്കും മാറി. അപ്പം അങ്ങനെയൊന്നും അങ്ങനെ ഓർക്കുള്ളൂ. ഇതിനകത്തൊക്കെ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് പിന്നീട് അന്നൊന്നും അങ്ങനെ ഓർക്കണില്ല. കാരണം ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഫീൽഡിലേക്കൊന്നും നമുക്ക് ആ സമയത്ത് നമ്മൾ ഇത് ചെയ്യണില്ല. പിന്നീട് പെട്ടെന്ന് ഡയറക്ടർ ആ ഒരു ഇതിനകത്തേക്ക് പോകുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചയെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിന് കാരണം പിടിച്ച സിനിമകളെല്ലാം തന്നെ വളരെ പോപ്പുലറായി ഭയങ്കര വൻ വിജയമായിരുന്നു. അങ്ങനെ പുള്ളി വളരെ ഉയരത്തിലേക്ക് പോകുമ്പോൾ എന്തായാലും ഞങ്ങളായിട്ടുള്ള കണക്ഷനും കാര്യങ്ങളും ആവുന്നത്ര സമയവും നോക്കി ആ സൗകര്യം വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ എല്ലാ പരിപാടികൾക്ക് വരാനൊന്നും പറ്റിയില്ലെങ്കിലും പറ്റുന്നത് പോലെയൊക്കെ അദ്ദേഹം ഞങ്ങളുമായിട്ട് ഇടപെടുമായിരുന്നു. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ ആർക്കെങ്കിലും ഞങ്ങളുടെ സ്കൂൾ മേറ്റ്സിൻ്റെ ഏറ്റവും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സുഖമില്ല ആർക്കെങ്കിലും ഞങ്ങളുടെ ഇതിൽ തന്നെയാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്ന അപ്പോൾ ആർക്കെങ്കിലും ഫിനാൻഷ്യൽ കല്യാണം, പെൺകുട്ടികളുടെ കല്യാണമൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ വളരെയധികം ഇത് ചെയ്യാറുണ്ട്, സഹായം. മാക്സിമം എല്ലാവരും അതിനകത്ത് കോപ്പറേറ്റീവാണ്. അപ്പോൾ അദ്ദേഹം സഹകരിക്കാറുണ്ട്. അതൊക്കെ സഹകരിച്ചിട്ടുണ്ട്, ഒരുപാട് സഹകരിക്കാറുണ്ട്, വളരെയധികം സഹകരിച്ചിട്ടുണ്ട്. ആ കാലയളവ് എന്തെങ്കിലുമൊക്കെ പുള്ളിയെ പറയുകയാണെങ്കിൽ പിന്നെ ഈ പിന്നെ പൂർവ്വ വിദ്യാഭ്യാസ സംഗമത്തിൽ അങ്ങനെയൊക്കെ വന്നത് എന്തെങ്കിലും അങ്ങനെയൊക്കെ പുള്ളി ആദ്യം പങ്കെടുത്തതിനെ കുറവാണ് വന്നേക്കണത്. ഞങ്ങൾ സമയക്കുറവുകൊണ്ട് പുള്ളി അങ്ങനെ പങ്കെടുത്തിട്ടില്ല. ആദ്യം ഫോണിലൂടെയൊക്കെയാണ് കൂടുതൽ നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുള്ളൂ. കുറച്ച് പ്രാവശ്യമൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളൂ. ആദ്യം ഞങ്ങളൊരു ഗെറ്റുഗെദർ നടത്തിയെന്നൊരു ഇപ്പോൾ കാക്കനാട് 2005 ആ ഒരു തൊമ്മനും മക്കളും ആ സമയത്ത് ഞങ്ങളൊന്ന് ഗെറ്റുഗെദർ നടത്തി. അന്നാണ് ഞങ്ങൾ ഒന്നിച്ച് പങ്കെടുത്തത് കൂടുതലും. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്ന് കണ്ടു പോകുന്നല്ലോ. അങ്ങനെയൊക്കെ നടന്നിട്ടില്ല. ഇപ്പോൾ ഈ മൻസൂറിനെ അഭിനയിപ്പിക്കുമെന്ന് പറഞ്ഞ് പുള്ളി നടക്കണ്ടേ. അധിക വർഷം ഞാൻ നായകനായിട്ട് ഇതുപോലെ അഭിനയിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു, സോളി എന്നും പറഞ്ഞിട്ടുള്ളത്. അത് പുള്ളിയും മരിച്ചുപോയി. പുള്ളിക്കും ഇതുപോലെ പെട്ടെന്ന് അങ്ങനെ ഒരു സുഖം വന്നിട്ട് അങ്ങനെ
അപ്പോൾ അത് സംസാര ഭാഷ കണ്ടിട്ട് പ്രത്യേക ടൈപ്പായിരുന്നു. നല്ലൊരു രസമുള്ള സംസാരമായിരുന്നു. അത് കണ്ടിട്ട് ഷാഫി പറയും ആ സൗണ്ട് ഞാൻ സിനിമയിൽ എന്തായാലും എടുത്തിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി കഴിഞ്ഞ പക്ഷേ യാദൃശ്ചികമായിട്ട് 2 വർഷം ഇതുപോലെ ഞങ്ങൾക്കൊരു ഇതുപോലെ തന്നെ ഒരു ഇതിന് വലിയൊരു നഷ്ടം. അതാണ് ഞങ്ങൾക്ക് ഇപ്പം പറയാനുള്ളത്. വളരെ വിഷമത്തോടെ തന്നെ പറയുന്നു. പുള്ളിയുടെ വിയോഗം ഞങ്ങൾക്ക് ഭയങ്കരമായൊരു ദുഃഖമാണ് പറയാനുള്ളത്. അത് തന്നെ പഠിച്ചോണം പെട്ടെന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പോകുമ്പോൾ ഉള്ളൊരു വിഷമം. എപ്പോഴും നമ്മൾ കണക്ട് ഇല്ലെങ്കിലും മാനസികമായിട്ടൊക്കെ ഒരുപാട് അടുപ്പമുള്ളൊരു സ്വഭാവക്കാരൻ, നല്ലൊരു ആക്ടറായിരുന്നു.